വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായ 11ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന അധ്യായമാണ്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന ഊർജം അഭിപ്രേരണയാണ്. ഈ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിൽഫോർഡ് എന്ന മനഃശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ പ്രേരണ അഥവാ മോട്ടീവ് എന്നാൽ ഒരു പ്രവർത്തനം തുടങ്ങുവാനും തുടങ്ങിയ പ്രവർത്തനം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുവാനുമുള്ള പ്രവണത നമ്മളിൽ വളർത്തുന്ന പ്രത്യേക ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ്. അതായത് അഭിപ്രേരണ എന്നത് ഒരു പ്രവർത്തനം തുടങ്ങാനും അത് ഊർജിതമായി തുടർന്ന് ചെയ്യാനും സഹായിക്കുന്ന എല്ലാ ആന്തരിക സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. പ്രേരണകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രേരണ കാരണത്താൽ ഒരാൾ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പ്രവർത്തനം തന്നെ പല പ്രേരണകളാൽ ചെയ്യുന്നതും കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചുമതലാബോധം എന്ന പ്രേരണ കാരണത്താൽ ഒരു പട്ടാളക്കാരൻ മുങ്ങിപ്പോകുന്ന ഒരാളെ രക്ഷിച്ചു എന്ന് വന്നേക്കും. ചുമതലാബോധം എന്ന പ്രേരണ കാരണത്താലാണ് അയാൾ അത് ചെയ്യുന്നത്. അതേ ചുമതലാബോധം എന്ന പ്രേരണ കാരണത്താൽ മറ്റൊരാളെ അയാൾ വെടിവെച്ച് കൊന്നു എന്നും വരും. ഒരാളെ കൊല്ലുന്നു, ഒരാളെ രക്ഷിക്കുന്നു, രണ്ടിനെയും പ്രേരണ ഒന്നാണ്. അതേപോലെ തന്നെ ഒരു പ്രവൃത്തി പല പ്രേരണകളാൽ പലരും ചെയ്യും. ഉദാഹരണത്തിന് ഒരു പിച്ചക്കാരനെ സഹായിക്കുന്നു. എല്ലാവരും ഒരേ പ്രേരണകളാലല്ല അത് ചെയ്യുക. ചിലർ അമർഷത്തോടു കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്യും. അഥവാ കുറെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു പിച്ചക്കാരന്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കെന്തോ നാണയത്തുട്ടുകൾ കൊടുത്ത് ശല്യം ഒഴിവാക്കാൻ വേണ്ടി അമർഷത്തോടു കൂടിയിട്ട് ചിലർ ദാനം കൊടുക്കും. അവർക്ക് പ്രേരണ അമർഷമാണ്. അമർഷത്തോടു കൂടിയിട്ട് ആ ശല്യം ഒഴിവാക്കുക എന്ന നിലയിലാണ് അവർ ചെയ്യുന്നത്. എന്നാൽ വേറെ ചിലർ അനുകമ്പയോടുകൂടി അത് ചെയ്യാം. അനുകമ്പ കൊണ്ട് അങ്ങനെ പാവപ്പെട്ടവന് ദാനം കൊടുക്കാം. ഇങ്ങനെ ഒരു പ്രേരണ കാരണത്താൽ പല പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ഒരു പ്രവർത്തനം തന്നെ പല പ്രേരണകളാലും ഉണ്ടാകാവുന്നതാണ്. അഭിപ്രേരണയെ അഥവാ മോട്ടിവേഷനെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അതിൽ വിവിധ ഘട്ടങ്ങളായി പൂർത്തീകരിക്കുന്ന ഒരു ചാക്രിക ഗതി കാണാൻ സാധിക്കും. ആ അഭിപ്രേരണ ചക്രമാണ് താഴെ നമ്മൾ കാണുന്നത്. അതിൽ നോക്കിയാൽ ആദ്യം നീഡ്സ് ജനറേറ്റ് മോട്ടീവ്. Motive creates tensions lead to actions result in satisfaction. അഥവാ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം നമുക്കുണ്ടാവുന്നു. നമുക്ക് ഒരു ആവശ്യമുണ്ടായി, അത് ജനറേറ്റ് മോട്ടീവ്. അത് നമുക്ക് അത് പൂർത്തീകരിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും നമ്മുടെ മുന്നിൽ. നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ അത് നിവർത്തിക്കണം എന്ന ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ അത് ആവശ്യം പൂർത്തീകരിക്കണം എന്ന ഒരു പ്രേരണ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പിരിമുറുക്കം ഉണ്ടാക്കും, അത് ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെ ഈ ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അത് ആ ആവശ്യം നിവർത്തിക്കുവാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യും. അതാണ് ആക്ഷൻസ് ലീഡ് ടു ആക്ഷൻ. അങ്ങനെ നമ്മൾ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതാണ് നീഡ്സ് ജനറേറ്റ് മോട്ടീവ് ക്രിയേറ്റ്സ് ടെൻഷൻസ് ലീഡ് ടു ആക്ഷൻസ് റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. അഭിപ്രേരണ ചക്രത്തിൽ വിട്ടുപോയ ഭാഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് എലമെന്റ് ഇൻ ദ മോട്ടിവേഷൻ സൈക്കിൾ അഥവാ അഭിപ്രേരണ ചക്രമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. പക്ഷെ ഒരിടത്ത് ഒരു ചോദ്യചിഹ്നം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവിടെ എന്താണ് വരിക എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നീഡ്സ് ജനറേറ്റ് മോട്ടീവ് ക്രിയേറ്റ്സ് ഡാഷ് ലീഡ്സ് ടു ആക്ഷൻസ് റിസൾട്ട് ഇൻ സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, ആവശ്യം അഭിപ്രേരണ ഉണ്ടാക്കുന്നു. അഭിപ്രേരണ എന്താണ് സൃഷ്ടിക്കുന്നത് നമ്മുടെ ഉള്ളിൽ? നേരത്തെ നമ്മൾ പറഞ്ഞു
ടെൻഷനാണ്, അഥവാ പിരിമുറുക്കമാണ് അഭിപ്രേരണ കാരണം, മോട്ടീവ് കാരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. മോട്ടീവ്, ഈ പിരിമുറുക്കം നമ്മളെ പ്രയത്നത്തിലേക്ക് നയിക്കും, അഥവാ നമ്മുടെ ലക്ഷ്യത്തില് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുവഴി നമുക്ക് സംതൃപ്തി ഉണ്ടായിത്തീരും. അതാണല്ലോ അഭിപ്രേരണ ചക്രം. അപ്പൊ ഇവിടെ വിട്ടുപോയത് ടെൻഷൻ അഥവാ പിരിമുറുക്കം എന്നതാണ്. അത് എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ മോട്ടിവേഷൻ സൈക്കിൾ നമ്മൾ മനഃപ്പാഠമാക്കണം, ആ ക്രമത്തിൽ നമ്മൾ ഓർത്തു വെക്കണം എന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി നിരന്തരമായിട്ട് അധ്വാനിക്കുന്നു, പക്ഷെ അയാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അയാളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾ നിരാശനാകും. എന്നാൽ ഒരു വ്യക്തി അയാളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എങ്കിൽ അയാൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകും, അയാൾക്കൊരു പ്രബലനം അതുവഴി ലഭിക്കും. മറ്റേ രീതിയിൽ പറഞ്ഞാൽ അയാൾ വീണ്ടും പ്രവർത്തിക്കാൻ അഭിപ്രേരിതനാകുന്നു, അഥവാ അയാൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകും. അയാൾക്ക് ഇനിയും പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജക ബലമായിട്ട് അത് മാറും. അതിനെ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ സമ്മാനം അഥവാ പ്രേരകം, ഇൻസെന്റീവ് എന്നാണ് പറയുക. പ്രേരക ശക്തികളെ തൃപ്തിപ്പെടുത്തി വ്യക്തിയുടെ അഭിപ്രേരണ ശക്തമാക്കുന്ന വസ്തുക്കളാണ് പ്രേരകങ്ങൾ അഥവാ ഇൻസെന്റീവ്സ് എന്നാണ് പറയുന്നത്. ഫാക്ടറി തൊഴിലാളികൾക്ക് നൽകുന്ന ബോണസ് ഈ പ്രേരകത്തിന്റെ ഒരു ഉദാഹരണമാണ്. കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജനമാണ് അതുവഴി അവർക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധമായിട്ട് ഒരു കേറ്റഡ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ അഭിപ്രേരണയുടെ ഘടകങ്ങൾ സംബന്ധിച്ച ശരിയായ രേഖപ്പെടുത്തൽ ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെപിക്ട്സ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മോട്ടിവേഷണൽ സൈക്കിൾ? അപ്പോൾ മോട്ടിവേഷണൽ സൈക്കിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്, അഥവാ അഭിപ്രേരണ ചക്രം. അത് മുഴുവനായിട്ട് നൽകിയിട്ടില്ല, അതിന്റെ ഒരു ചെറിയ രൂപമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ അഭിപ്രേരണ ചക്രത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് എളുപ്പത്തിൽ ഏതാണ് ശരിയെന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ 4 ഓപ്ഷൻ, നമുക്ക് മലയാളം നോക്കാം. 4 ഓപ്ഷൻ: പിരിമുറുക്കം ഉണ്ടാകുന്നു, പിന്നീട് ആവശ്യമുണ്ടാകുന്നു, പിന്നെ പ്രേരകമുണ്ടാകുന്നു എന്നതാണ് ഒന്നാമത്തത്. അത് തെറ്റാണ് എന്ന് നമുക്കറിയാം. ആദ്യം ആവശ്യമാണ് ഉണ്ടാവുക, ഒരു നീഡ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എയും ബിയും ശരിയല്ല എന്ന് നമുക്ക് ആദ്യമേ തന്നെ ഉറപ്പിക്കാം. സിയോ ഡിയോ ആയിരിക്കാം ശരി. ആദ്യം ആവശ്യമുണ്ടാകുന്നു, സി നമുക്ക് നോക്കാം. ആദ്യം ആവശ്യമുണ്ടാകുന്നു, പിന്നെ നമുക്കറിയാം, നമുക്ക് ഓർത്തു വെച്ചാൽ നമുക്ക് ഓർക്കാവുന്ന പിന്നെ മോട്ടീവാണ് ഉണ്ടാകുന്നത്. മോട്ടീവിനെ തുടർന്ന് ടെൻഷൻ ഉണ്ടാകും, പിന്നെ ആക്ഷൻ ഉണ്ടാകും, പിന്നെ സാറ്റിസ്ഫാക്ഷനിലെത്തും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ അതെല്ലാം കൂടി പറഞ്ഞിട്ടില്ല, ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആവശ്യമുണ്ടാകുന്നു, പിന്നെ പിരിമുറുക്കം ഉണ്ടാകും അഥവാ ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ആ പിരിമുറുക്കം നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കും. അങ്ങനെ നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ആ കാര്യം നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു കാര്യത്തിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ അതുവഴി നമുക്കൊരു പ്രബലനം ഉണ്ടാകും, അഥവാ വീണ്ടും പ്രവർത്തിക്കാനുള്ള ഒരു മാനസികമായ ഉത്തേജനം ഉണ്ടാകും. അതിനെയാണ് പ്രേരകം എന്ന് പറയുന്നത്, ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസെന്റീവ് അവസാനമാണ് വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ സി ആണ് അതിൽ ശരിയായ ഉത്തരം. ആവശ്യം, പിരിമുറുക്കം, പ്രേരകം. അപ്പൊ ഇത് ആ മോട്ടിവേഷൻ സൈക്കിളിനെ ഒന്ന് സംക്ഷിപ്തമാക്കിയിട്ട് നൽകിയതാണ്. ഇനി നമുക്ക് അഭിപ്രേരണയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം. മോട്ടിവേഷന്റെ പ്രാധാന്യം. നേരത്തെ നമ്മൾ മോട്ടിവേഷനെ കുറിച്ച് പറയുകയുണ്ടായി. ഒരു പ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനം നിലനിർത്താനുമുള്ള പ്രവണത വളർത്തുന്ന ആന്തരിക ഘടകമോ അവസ്ഥയോ ആണ് അഭിപ്രേരണ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ പഠനം തുടങ്ങാനും ആ പഠനം തുടർന്നു കൊണ്ടുപോകാനും അഥവാ നിലനിർത്താനും ലക്ഷ്യാധിഷ്ഠിതമാക്കാനും സഹായിക്കുന്നത് അഭിപ്രേരണയാണ്. പഠനത്തിന്റെ തീവ്രത നിർണയിക്കുന്നതും ഈ അഭിപ്രേരണയാണ്. എത്രമാത്രം മോട്ടിവേഷൻ ഉണ്ടോ അത്രമാത്രം തീവ്രത ആ പഠനത്തിൽ ഉണ്ടായിരിക്കും.
ഈ പഠിക്കുന്ന ആളുകൾ അഥവാ വിദ്യാർത്ഥികൾ അഭിപ്രേരിതരായാൽ അഥവാ മോട്ടിവേഷൻ ഉള്ളവരായാൽ മാത്രമേ പഠനം കാര്യക്ഷമമായും ഉല്ലാസപ്രദമായിട്ടും നടക്കുകയുള്ളൂ. കുട്ടികൾ താല്പര്യത്തോടു കൂടി പഠിക്കണമെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം. ഇനി അതില്ലാതെ നോക്കുക, നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ ശിക്ഷകൾ നൽകിയിട്ടോ അല്ലെങ്കിൽ ശാരീരികമായ ഉപദ്രവം വരുത്തിയിട്ടോ ഒക്കെ അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് വളരെ കുറച്ച് കാര്യമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ, കുറച്ച് കാര്യം മാത്രമേ അവർക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പഠിച്ചാൽ പോലും അവർ പെട്ടെന്ന് അത് മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പഠന പ്രക്രിയയിൽ അഭിപ്രേരണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠനം തുടർന്നു കൊണ്ടുപോകാനുള്ള ഊർജം കുട്ടിക്ക് ലഭിക്കുന്നത് അഭിപ്രേരണയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ ജീവൻ ഈ അഭിപ്രേരണയാണ് എന്ന് പറയാം. പഠനത്തിന്റെ ഒരു അവിഭാജ്യ വ്യവസ്ഥയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചാൽ മതി. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ പലതവണ മറിഞ്ഞു വീഴും, ശരീരത്തിൽ മുറിവേൽക്കും, ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. പക്ഷെ എന്നാലും കുട്ടി പിൻവാങ്ങുകയില്ല. കുട്ടി ഒരു രീതിയിൽ പഠിച്ചിട്ട് പഠിയുന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെ? അങ്ങനെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് വരെ കുട്ടിയുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. പഠിച്ചു കഴിഞ്ഞാലോ കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷവും ഉണ്ടാകും. ഇവിടെ പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും സൈക്കിൾ ഓട്ടം പഠിക്കാനും തുടർന്നും അതിന് ശ്രമിക്കാനും ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ്? അതാണ് അഭിപ്രേരണ. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ശരീരത്തിൽ വലിയ മുറിവുകൾ ഏറ്റിട്ടും കുട്ടി സൈക്കിൾ ഓട്ടം പഠിക്കണ്ട എന്ന് വെച്ചില്ല. സൈക്കിൾ ഓട്ടം പഠിക്കാനും പിന്നെ തുടർന്ന് അതിന് ശ്രമിക്കാനുമൊക്കെ ആ കുട്ടിയെ പ്രേരിപ്പിച്ച എന്തോ ഒന്നുണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ. അതിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിക്കാൻ അഭിപ്രേരിതനാകുന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി പഠിക്കുന്നത്. നമ്മളൊക്കെ അധ്യാപകരായതിനാൽ അല്ലെങ്കിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരായതിനാൽ പഠനത്തിൽ അഭിപ്രേരണക്കുള്ള പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കാര്യക്ഷമമാകണമെങ്കിൽ നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മൾ അഭിപ്രേരണ സൃഷ്ടിച്ചേ മതിയാകൂ. നല്ലൊരു അധ്യാപകനാണെങ്കിൽ അയാൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളിൽ പ്രേരണ ഉണർത്തിയിരിക്കും. അതിൽ അയാൾ വിജയിക്കുകയാണെങ്കിൽ അയാളുടെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം പഠിക്കാൻ സന്നദ്ധനായി കഴിഞ്ഞ കുട്ടിയെ പിന്നെ ഒന്ന് നയിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. അപ്പൊ പകുതി പണി തീർന്നു. നമ്മുടെ കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ. വളരെ ബുദ്ധിമുട്ടുള്ള കഠിനമായ വിഷയങ്ങളാണ് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ അഭിപ്രേരണ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കണം. ശക്തമായ അഭിപ്രേരണ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ ആ കുട്ടികൾ എത്ര കഠിനമായ വിഷയമാണെങ്കിലും കുട്ടികൾ പഠിച്ചിരിക്കും. ഈ അഭിപ്രേരണക്ക് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു യന്ത്രം പ്രവർത്തിക്കാൻ ഊർജം ആവശ്യമാണല്ലോ, അതുപോലെയാണ് പഠന പ്രക്രിയയിൽ അഭിപ്രേരണയുടെ സ്ഥാനം. ഒരു യന്ത്രത്തിന് പ്രവർത്തിക്കാൻ ഊർജം വേണം എന്നുള്ളത് പോലെയാണ് പഠിക്കാൻ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ വേണം എന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഈ വിഷയകമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു പാഠഭാഗം അവതരിപ്പിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് താഴെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. എ. കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുക. ബി. വിലയിരുത്തൽ നടത്തുക. സി. വ്യക്തി അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നൽകുക. ഡി. ശരിയായ പഠന സാമഗ്രികൾ തിരഞ്ഞെടുക്കുക. ഇതൊക്കെയും വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിലയിരുത്തൽ വേണം, വ്യക്തിയധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നൽകണം, ശരിയായ പഠന സാമഗ്രികൾ തിരഞ്ഞെടുക്കണം, ഒക്കെയും വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, പാഠഭാഗത്തുള്ള ഭാഗം നമ്മൾ കാണുകയുണ്ടായി, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു അധ്യാപകന്റെ പകുതി ജോലി അതോടുകൂടി കഴിയും. കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുവാൻ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു അധ്യാപകന്റെ പകുതി പണി കഴിഞ്ഞു എന്ന് നമ്മൾ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുക എന്ന്. കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ കുട്ടികൾ വളരെ കുറച്ച് മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ, പഠിക്കാൻ കഴിയുകയുള്ളൂ. അത് തന്നെ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും എന്ന് നമ്മൾ പറയുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയെ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് പല തരത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ആന്തരികമായ അഭിപ്രേരണ. അത് നൈസർഗികമായ അഭിപ്രേരണ എന്നും പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റൊന്നാണ് ബാഹ്യമായ അഭിപ്രേരണ, കൃത്രിമമായ അഭിപ്രേരണ എന്നും പറയും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നമുക്കിവയെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അത് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്കത് പറയാം. ഒരു കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. കാരണം അയാൾ എന്തുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്? അതിന് കാരണം എന്താ? അയാൾ പ്രകൃതി അതിൽ തൽപരനാണ്. അയാൾക്ക് ഫുട്ബോൾ കളിക്കുന്നത് വഴി വല്ലാത്തൊരു സംതൃപ്തി കിട്ടുന്നു, അതുകൊണ്ടാണ് അയാൾ ഫുട്ബോൾ കളിക്കുന്നത്. ഇതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അത് അയാളുടെ നൈസർഗിക വാസനകൾ, ത്വരകൾ, പ്രേരണകൾ ഇതുവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആന്തരികമായ ഈ അഭിപ്രേരണ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം, ചുരുക്കി പറയുകയാണെങ്കിൽ, പരപ്രേരണ കൂടാതെ തന്നെ, മറ്റുള്ളവരുടെ ഒരുവിധ പ്രേരണയും ഇല്ലാതെ തന്നെ അയാളിൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാക്കുന്നു. ആ ശ്രദ്ധയും താല്പര്യവും ആ കളി അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ഒടുക്കം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റുള്ളവരുടെ എന്തെങ്കിലും സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റുള്ളവരെ ഒന്നുമല്ല, ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന താല്പര്യം കാരണത്താലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാഹ്യാഭിപ്രേരണയെ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ പരിശോധിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ബാലരമ വായിക്കുന്നു. അതുവഴി കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ബാലരമ വായിച്ച് ആസ്വദിക്കുക എന്നതാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. അതിനെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുക. ആ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ തന്നെ കുട്ടി സംതൃപ്തി കൈവരിക്കുന്നു. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, കുട്ടി ഒരു പുസ്തകം വായിക്കുന്നു, പക്ഷേ ആ പുസ്തകം വായിക്കുന്നത് വഴിയല്ല കുട്ടിക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത്. കുട്ടി പുസ്തകം വായിക്കുന്നത് പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം വായിക്കുന്നത് ബാഹ്യാഭിപ്രേരണക്ക് ഉദാഹരണമാണ്. കുട്ടിക്ക് അവിടെ സംതൃപ്തി കിട്ടണമെങ്കിൽ പുസ്തകം വായിച്ച് തീരുന്നതോടുകൂടി കുട്ടിക്ക് സംതൃപ്തി ഉണ്ടാവില്ല. കുട്ടിക്ക് ആ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അതായത് കുട്ടി പഠിക്കുന്നത് ആ പുസ്തകം പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ബാഹ്യമായ ഏതോ ഒരു പ്രതിഫലം നേടാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ബാഹ്യാഭിപ്രേരണ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായ ഒരു ആവേശവും ഉത്തേജനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ബാഹ്യാഭിപ്രേരണയേക്കാൾ മെച്ചപ്പെട്ട ഫലം നൽകുന്നത്. പഠനത്തോട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരിൽ ആന്തരികമായ അഭിപ്രേരണയാണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. പഠനത്തോട് അനുകൂലമായ ഒരു മനോഭാവം കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതുവഴി അവരിൽ ആന്തരികമായ അഭിപ്രേരണ വളർത്താൻ നമുക്ക് കഴിയും. ഈ വിഷയമായി ഒരുപാട് ചോദ്യങ്ങൾ കേട്ടറ്റ് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചിലത് പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻട്രിൻസിക് മോട്ടിവേറ്റർ? ഇപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ അഥവാ ആന്തരികമായ അഭിപ്രേരണക്ക് ഉദാഹരണം ഏതാണ്? ഇവിടെ ആന്തരികമായ പ്രചോദനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായ പ്രയോഗം ഇതാണ്, അതിൽ ആന്തരികമായ അഭിപ്രേരണ എന്നാണ്. ചോദനവും അഭിപ്രേരണയും സൂക്ഷ്മാർത്ഥത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒന്നല്ല. പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് കാണാം ഇൻട്രിൻസിക് മോട്ടിവേറ്റർ എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആന്തരികമായ അഭിപ്രേരണ എന്നാണ് ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഈ മലയാളം വാക്കുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് കൂടി നമ്മൾ വായിച്ചു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻട്രിൻസിക് മോട്ടിവേറ്റർ? 4 ഓപ്ഷനുകളുണ്ട്. ഡി എന്നത് ഉദ്യോഗ കയറ്റം എന്നാണ്. അപ്പൊ ഉദ്യോഗ കയറ്റത്തിന് വേണ്ടി ഒരാൾ ജോലി ചെയ്യുന്നു, അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ? അല്ല. അയാൾക്ക് ജോലി ചെയ്യുന്നത് വഴിയല്ല അയാൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അയാൾക്ക് ഉദ്യോഗ കയറ്റം ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ശമ്പളം, ഒരാൾ ജോലി ചെയ്യുന്ന ഒരു പണി ചെയ്യുന്നത് ശമ്പളം ഉദ്ദേശിച്ചാണെങ്കിൽ
അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അഥവാ അയാൾ ജോലി ചെയ്യുന്നത് വഴിയല്ല, അയാൾ ജോലി ചെയ്യുന്നത് വഴിയുള്ള സന്തോഷമല്ല അയാൾ ലക്ഷ്യം വെക്കുന്നത്, അയാൾ ശമ്പളം നേടിയിട്ടുള്ള സന്തോഷമാണ്. ഇനി ബി എന്ന ഓപ്ഷൻ നോക്കുമ്പോൾ കളിയിലെ താല്പര്യം, ഇൻട്രസ്റ്റ് ഇൻ പ്ലേ. അപ്പോൾ ഒരാൾ കളിക്കുന്നത് കളിയിലെ താല്പര്യം മൂലമാണെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അയാൾ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ കളിയിലൂടെ കിട്ടുന്ന സന്തോഷം, ആ കളിയിലുള്ള താല്പര്യം കാരണത്താൽ ഒരാൾ കളിക്കുന്നുവെങ്കിൽ അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അയാൾ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ വേറൊന്നുമല്ല അയാളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. കളിയിലെ താല്പര്യം അഥവാ ഇൻട്രസ്റ്റ് ഇൻ പ്ലേ എന്നതാണ് ഇതിൽ ഇൻട്രിൻസിക് മോട്ടിവേറ്റർ ആയിട്ടുള്ളത്. മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണം ഏത്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെ എക്സാമ്പിൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഡി മുതൽ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി വിളമ്പുക. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയാൾ കഴിക്കുന്നു. അയാൾ വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആ ഭക്ഷണം കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്, മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. വിൽക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നത് വേറെ. ഒഴിവ് സമയങ്ങളിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒഴിവുള്ള സന്ദർഭങ്ങളിൽ ഒരാൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ അതും അയാളുടെ ഉള്ളിലുള്ള താല്പര്യം കൊണ്ടാണ് അയാൾ ചെയ്യുന്നത്, ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. എന്നാൽ ട്രോഫി ലഭിക്കുവാനായി ഫുട്ബോൾ കളിക്കുക. അയാൾ ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, ട്രോഫി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിൽ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ബാഹ്യ അഭിപ്രേരണക്ക് ഉദാഹരണമാണത്. ട്രോഫി കിട്ടാനാണ് അയാൾ ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി എ എന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുന്നത് മറ്റൊന്നും കിട്ടാൻ വേണ്ടിയാണ്, ന്യൂസുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്. അതും ഇൻട്രിൻസിക് മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ബി എന്നതാണ് ശരിയായ ഉത്തരം. അയാൾ ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിയുള്ള താല്പര്യം കൊണ്ടല്ല, ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെയാണ് ബാഹ്യ അഭിപ്രേരണ എന്ന് പറയുന്നത്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ശരിയായ ഉത്തരം ബി എന്ന ഓപ്ഷൻ. ഈ കാര്യം തന്നെ മറ്റൊരു കേട്ടൽ പരീക്ഷയിലും വന്നു. ആന്തരിക അഭിപ്രേരണക്ക് ഉദാഹരണം ഏത്? അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം ഒരു പരീക്ഷയിൽ ചോദിക്കുന്നു, മറ്റൊരു പരീക്ഷയിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ചോദിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്തരികമായ അഭിപ്രേരണക്ക് ഉദാഹരണം ഏത്? എ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്. അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ല. അയാൾ പഠിക്കുന്നതിലുള്ള താല്പര്യം കൊണ്ടല്ല, പരീക്ഷയിൽ ജയിക്കുക എന്ന താല്പര്യത്തോടെയാണ്. അപ്പൊ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ല, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്, ബാഹ്യ അഭിപ്രേരണയാണ്. സമ്മാനം ലഭിക്കുവാനായി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഓടാനുള്ള താല്പര്യം കൊണ്ടല്ല അയാൾ ഓടുന്നത്, സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഡി എന്ന ഓപ്ഷൻ നോക്കാം. ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് ജോലിയുള്ള താല്പര്യം കൊണ്ടല്ല, ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ബാഹ്യ അഭിപ്രേരണയാണ്. ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത്. അപ്പൊ അയാൾ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത് ആ പുസ്തകം വായിച്ചിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്, ആന്തരിക അഭിപ്രേരണയാണ്. അപ്പൊ സി എന്ന ഓപ്ഷനാണ് അവിടെ ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും എ ഗ്രേഡ് വാങ്ങി വരുമ്പോഴും ശ്രീജിത്തിന് അവന്റെ അച്ഛൻ ഓരോ ജോഡി പുതിയ ഉടുപ്പുകൾ സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയതോടെ അവൻ പഠനത്തിൽ ഏറെ പിന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ അവനെ പഠിക്കാൻ പ്രേരിപ്പിച്ച അഭിപ്രേരണ ഏത്? അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൻ എ ഗ്രേഡുമായിട്ട് വരുമ്പോൾ അവന്റെ അച്ഛൻ അവന് ഓരോ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു, പുതിയ ഉടുപ്പുകൾ സമ്മാനമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ എത്തിയതോടെ അതൊക്കെ നിന്നു, അങ്ങനെ സമ്മാനം കൊടുക്കുന്ന പരിപാടിയൊക്കെ അച്ഛൻ നിർത്തി. എങ്കിൽ അതുകൊണ്ട് തന്നെ അവന്റെ പഠനം വളരെ പിന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ അവരെ പഠിക്കാൻ പ്രേരിപ്പിച്ച അഭിപ്രേരണ ഏതാണ് എന്നാണ് ചോദ്യം. ആന്തരികം എന്നാണ് എ. ആന്തരികമാണെങ്കിൽ അവൻ സ്വയം തന്നെ പഠിക്കേണ്ടിയിരുന്നു, പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് പഠിക്കുന്നതാണ് ആന്തരികം. അങ്ങനെയാണെങ്കിൽ കോളേജിലെത്തുമ്പോൾ അത് കുറയേണ്ടതില്ലല്ലോ. ബി ആണ് ബാഹ്യം. ശരിയാണ്, ബാഹ്യം എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായ ഉത്തരം. കാരണം
അച്ഛൻ സമ്മാനം കൊടുക്കുന്നു, ആ സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ പഠിച്ചത്. അപ്പൊ അത് ആന്തരികമായ അഭിപ്രേരണമല്ല, ബാഹ്യമായ അഭിപ്രേരണയാണ്. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി നേടാനുള്ള അഭിപ്രേരണയെ കുറിച്ച് പറയാം. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നേടാനുള്ള അഭിപ്രേരണയെ കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്ന മക്ലെലൻഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മക്ലെലൻഡ് 1951 അദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറയുകയുണ്ടായല്ലോ, മനുഷ്യന്റെ ആ അഭിപ്രേരണയുടെ ചക്രത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അഭിപ്രേരണാ ചക്രത്തെക്കുറിച്ച്, അഥവാ മനുഷ്യനൊരു ആവശ്യമുണ്ടാകുന്നു, അതിൽ മോട്ടീവ് ഉണ്ടാകുന്നു, പിന്നെ പിരിമുറുക്കമുണ്ടാകുന്നു, പിരിമുറുക്കം മനുഷ്യനെ പ്രവർത്തിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അങ്ങനെ മനുഷ്യൻ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നു, അങ്ങനെ സാറ്റിസ്ഫാക്ഷനിൽ എത്തിച്ചേരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇദ്ദേഹം പറഞ്ഞു, മക്ലെലൻഡ് പറഞ്ഞത്, മനുഷ്യൻ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പിരിമുറുക്കമൊക്കെ ഇല്ലാതാക്കി മാനസികമായ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതിനൊന്നുമല്ല മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, മക്ലെലൻഡ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? മനുഷ്യൻ കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ട്, തനതായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടം കൈവരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേടാനുള്ള അഭിപ്രേരണയാണ് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മക്ലെലൻഡ് പറഞ്ഞത്. അദ്ദേഹമാണ് മക്ലെലൻഡ് എന്ന ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഇത് സംബന്ധമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ ഒരു ചോദ്യം വന്നു. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഹു പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ അബ്രഹാം മോസ്ലോ അല്ല, കാൾ റോജേഴ്സ് അല്ല, E.L. തൊണ്ടേക്കുമല്ല, ഡേവിഡ് മക്ലെലൻഡ് എന്ന സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഡേവിഡ് മക്ലെലൻഡ് ആണ്. നേടാനുള്ള അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ നമ്മുടെ വിദ്യാർത്ഥികളിൽ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം? ഈ അഭിപ്രേരണ കുട്ടിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ വീടിനും വിദ്യാലയത്തിനും സമൂഹത്തിനും പ്രധാന പങ്കുവഹിക്കാനുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് ആദ്യകാലത്ത് ലഭിക്കുന്ന പരിശീലനം, തങ്ങളെപ്പറ്റി അച്ഛനമ്മമാർ പുലർത്തുന്ന പ്രതീക്ഷ, ലഭിക്കുന്ന മാർഗദർശനം, സമുദായത്തിന്റെ സാമൂഹിക ദർശനം, മഹാന്മാരെയും അവരുടെ നേട്ടങ്ങളെയും കുറിച്ച കഥകൾ, നല്ല ക്ലാസ് അന്തരീക്ഷം, അധ്യാപകരുടെ മനോഭാവം, ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാൻ ലഭിക്കുന്ന സന്ദർഭം, സമർപ്പണം, സാമൂഹിക അന്തരീക്ഷം, ഇവയൊക്കെ നേടാനുള്ള അഭിപ്രേരണ വിദ്യാർത്ഥികളിൽ വളർത്തുന്നുണ്ട്. അടുത്തതാണ് ഒഴിവാക്കാനുള്ള പ്രേരണ അഥവാ അവോയ്ഡൻസ് മോട്ടീവ്. സാധാരണഗതിയിൽ പലരും ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, എന്തിനാ വെറുതെ മത്സരിച്ച് തോൽക്കാൻ നിൽക്കുന്നത് എന്ന്. അപ്പോൾ തോൽക്കുക എന്നതിനെയാണ് അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ തന്നെ നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു അവർ. അതാണ് ഒഴിവാക്കാനുള്ള പ്രേരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പരാജയത്തെ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള താല്പര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇത് എല്ലാവരിലും ഒരുപോലെയല്ല ഉണ്ടാവുക. നേടാനുള്ള അഥവാ ആർജിക്കാനുള്ള ത്വരയാണ് പരാജയത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തെക്കാൾ വലുതായിട്ട് ഒരാളുടെ മനസ്സിലുള്ളതെങ്കിൽ അയാൾ എത്ര വലിയ സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണെങ്കിലും നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കും. എന്നാൽ പരാജയം ഒഴിവാക്കലാണ് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനേക്കാൾ വലുത് എന്നാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അയാൾ വലിയ സാഹസങ്ങൾക്കൊന്നും മുതിരില്ല. അയാൾക്ക് ഈ നേരിടേണ്ടി വന്ന സാഹസത്തെ ഒരു വലിയ ഭീഷണിയായിട്ടാണ് അയാൾക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ അയാൾ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. എല്ലാ മനുഷ്യർക്കും പരാജയവും ഭയവും ഒഴിവാക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പരാജയമോ ഭയമോ ഒഴിവാക്കാനുള്ള ഈ അഭിപ്രേരണയാണ് ഒഴിവാക്കാനുള്ള പ്രേരണ എന്നറിയപ്പെടുന്നത്. അഭിപ്രേരണയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, മോട്ടിവേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസത്തിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അധ്യാപകന്റെ ജോലി പകുതി തീരുന്നു കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്താൽ എന്ന് വരെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്, കുട്ടികളെ നമ്മൾ എങ്ങനെ, സ്വന്തം വിദ്യാർത്ഥികളെ നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും?
അതിനുള്ള വഴി എന്താണ് എന്നാണ് ഇനി നമ്മൾ പറയേണ്ടത്. ഒന്ന്, ലക്ഷ്യം നിർണയിക്കലാണ്. അഥവാ ഒരു പാഠം പഠിക്കുമ്പോൾ ഇതെന്തിന് പഠിക്കുന്നു, ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണ്, ഇത് പഠിക്കുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യം, അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു പ്രവൃത്തിയുടെ പ്രയോജനം എന്തെന്നറിയാത്തത് കൊണ്ട് വെറും നിരർത്ഥക പ്രവൃത്തിയായി തോന്നുന്ന ഒരു സംരംഭത്തിൽ ഒരു വ്യക്തിക്ക് തീരെ താല്പര്യം തോന്നുകയില്ല. മറിച്ച് ലക്ഷ്യത്തെ പറ്റിയുള്ള വ്യക്തമായ ബോധം വിദ്യാർത്ഥിയിൽ താല്പര്യം ജനിപ്പിക്കുകയും ശരിയായ പാതയിലൂടെ പ്രവർത്തിക്കാൻ അയാൾക്ക് പ്രേരണ നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലക്ഷ്യം നിർണയിക്കുക എന്നതാണ് കുട്ടിയിൽ അഭിപ്രേരണ വളർത്താനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമതായിട്ട് ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, പഠനത്തിന് അനുകൂലമായ ഹൃദ്യാന്തരീക്ഷം സ്വന്തം ക്ലാസ്സിൽ സൃഷ്ടിക്കുവാൻ ഓരോ അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതാണ്. വേണ്ടത്ര സജ്ജീകരണങ്ങളുള്ള ക്ലാസ് മുറിയിലെ ആരോഗ്യകരമായ അന്തരീക്ഷം ഒരു അഭിപ്രേരണ ശക്തിയായിട്ട് ഒരു കുട്ടിയിൽ വർത്തിക്കാവുന്നതാണ്. അതുകൊണ്ട് ശബ്ദം, അനഭിലഷണീയമായ കാഴ്ചകൾ തുടങ്ങിയ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ക്ലാസ് മുറിക്ക് ചുറ്റും വരാതിരിക്കുവാൻ ഒരു അധ്യാപകൻ ശ്രദ്ധിക്കണം. വളരെ ഉയർന്ന ചൂട്, പിന്നെ തണുപ്പ്, ഇതൊക്കെ കുട്ടികൾക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതൊന്നും ഉണ്ടാവരുത്. അതേപോലെ ക്ലാസ് മുറികളിൽ ആവശ്യമായ കാറ്റും വെളിച്ചവും വേണം. ക്ലാസ്സിനെ നല്ല രൂപത്തിൽ അലങ്കരിക്കുന്നതും നന്നായിരിക്കും. അങ്ങനെ ഹൃദ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, പഠിക്കാൻ പറ്റുന്ന ഹൃദ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായി ശൃംഖലനം ചെയ്യുക എന്നതാണ്. പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായിട്ട് ശൃംഖലനം ചെയ്യുക. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ വിഷയമായ പുതിയ പഠനത്തിനുള്ള നല്ലൊരു അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ മുൻ അനുഭവങ്ങളുമായിട്ട് പുതുതായി പഠിക്കാൻ പോകുന്ന കാര്യത്തെ ഒന്ന് കൊളുത്തി കൊടുത്താൽ പഠനം നല്ല രസകരമാകും എന്നാണ് നമ്മുടെയൊക്കെ അനുഭവം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടുന്ന അടിസ്ഥാനങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥി അറിഞ്ഞാൽ തന്നെ അയാൾക്ക് വല്ലാത്ത മോട്ടിവേഷൻ ഉണ്ടാകും. ഞാൻ ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പലതും എനിക്ക് അറിയാം എന്നൊരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് പഠിക്കാനുള്ള വല്ലാത്തൊരു മോട്ടിവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് പുതിയ പഠനത്തെ മുൻ അനുഭവങ്ങളുമായിട്ട് ശൃംഖലനം ചെയ്യലാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത് കാര്യക്ഷമമായ ബോധനതന്ത്രങ്ങൾ സ്വീകരിക്കലാണ്. അഥവാ പാഠ്യവസ്തു ഏതാവട്ടെ, അഥവാ ബുദ്ധിമുട്ടുള്ള കാഠിന്യമുള്ള പാഠ്യവസ്തു പാഠഭാഗമാവട്ടെ, ഇനി ലളിതമാവട്ടെ, സമർത്ഥനായ ഒരു അധ്യാപകനാണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകും. ഈ പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ കേന്ദ്രീകൃതമായ, ശിശു കേന്ദ്രീകൃതമായ, മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമായ നൂതന രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാകും. കുട്ടികളിൽ അത് അഭിപ്രേരണ വളർത്തും. അതുകൊണ്ട് ഈ പഴയകാല ശൈലികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ ശ്രമിക്കരുത്. അത് കുട്ടികളിൽ താല്പര്യവും കുട്ടികളുടെ മോട്ടിവേഷനും ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഉചിതമായ ബോധന രീതികൾ തിരഞ്ഞെടുക്കുക, കാര്യക്ഷമമായ ബോധന തന്ത്രങ്ങൾ സ്വീകരിക്കുക. അത് കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കും. അഞ്ചാമത്തെ കാര്യം ഉചിതമായ ദൃശ്യ ശ്രാവ്യോപകരണങ്ങൾ ഉപയോഗിക്കലാണ്. TV ഉപയോഗിക്കാം, റേഡിയോ ഉപയോഗിക്കാം, പ്രൊജക്ടർ ഉപയോഗിക്കാം, പരീക്ഷണശാല, ഗ്രന്ഥശാല, കാഴ്ച ബംഗ്ലാവ്, അങ്ങനെ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പഠനം രസകരമായി തീരും. പുതുമ കുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇത്തരം പുതുമയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ അത് സഹായിക്കും. കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഉപകരണങ്ങളെല്ലാം കുട്ടികളുടെ ജിജ്ഞാസ ഉണർത്തുന്നവയാണ്. കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇന്ദ്രിയാനുഭൂതികൾ നൽകുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവ ക്ലാസ്സുകളെ രസകരമാക്കുകയും അപ്പോൾ കുട്ടികളെല്ലാം തന്നെ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉചിതമായ ദൃശ്യ ശ്രാവ്യോപകരണങ്ങൾ ഉപയോഗിക്കലാണ്. ആറാമത്തെ കാര്യമാണ് നേട്ടങ്ങളെക്കുറിച്ച് ഉടനടിയുള്ള ഫീഡ്ബാക്ക് നൽകുക. കുട്ടിയുടെ നേട്ടത്തെക്കുറിച്ച് ഉടനടിയുള്ള ഫീഡ്ബാക്ക് നൽകുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശ്രമത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അറിയാനുള്ള വല്ലാത്ത ആവേശമുണ്ട്. അത് നിറവേറ്റുക വഴി സ്വയം മെച്ചപ്പെടാനുള്ള ആഗ്രഹം നമുക്ക് വിദ്യാർത്ഥികളിൽ വളർത്താൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പരീക്ഷ നടത്തിയാൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ആ പരീക്ഷയുടെ പേപ്പറുകൾ തിരികെ ലഭിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്.
ഉത്തരപേപ്പർ അധ്യാപകൻ എന്നാണ് തിരികെ തരിക എന്ന് കുട്ടികൾ കാത്തു നിൽക്കുകയും ചെയ്യും. അപ്പോൾ വലിയ മാർക്ക് അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെയേറെ സന്തോഷമുണ്ടാകും. വളരെ സന്തോഷത്തോടു കൂടി കുട്ടികൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നേട്ടങ്ങളെ കുറിച്ച് ഉടനടി ഫീഡ്ബാക്ക് നൽകുക, അത് കുട്ടികളിൽ മോട്ടിവേഷൻ ഉണ്ടാക്കാവുന്ന ഒരു മാർഗമാണ്. അതിനു വേണ്ടിയിട്ട് അധ്യാപകൻ കൈപ്പുസ്തകങ്ങൾ, ലേഖകൾ അഥവാ ഗ്രാഫുകൾ, ചാർട്ടുകൾ, പ്രോഗ്രസ് കാർഡുകൾ ഇതൊക്കെ വേണ്ടതുപോലെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് അവരുടെ പഠന നിലവാരത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഏഴാമത്തത് മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. മത്സരവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുമുള്ള ഒരു വികാരമാണ് മറ്റുള്ളവരെ നേട്ടത്തിൽ തോൽപ്പിക്കണം എന്ന ഒരു ആഗ്രഹം. മറ്റുള്ളവരെ തോൽപ്പിക്കണം, മറ്റുള്ളവരെക്കാളും വലിയ നേട്ടങ്ങൾ എനിക്ക് നേടണം എന്ന മോഹം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. ആ മനോഭാവത്തെ ഒരു അഭിപ്രേരക ശക്തിയായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ മത്സരം എന്ന് പറയുമ്പോൾ മത്സരം രണ്ട് തരത്തിലുണ്ട്. ഒരു വ്യക്തി സ്വന്തത്തോട് തന്നെ മത്സരിക്കുക, രണ്ടാമത്തത് മറ്റുള്ളവരോട് മത്സരിക്കുക. ഒരു വ്യക്തി സ്വന്തത്തോട് തന്നെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ താൻ ഇതുവരെ നേടിയ നേട്ടത്തെക്കാൾ വലിയ നേട്ടം അടുത്തതിൽ നേടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അയാൾ സ്വന്തം നേട്ടത്തോട്, താൻ ഇതുവരെ നേടിയ നേട്ടത്തോടാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ വലിയ നേട്ടം എനിക്ക് അടുത്തതിൽ നേടണം. അത് തീർച്ചയായും ഒരു നല്ല കാര്യമാണ്. രണ്ടാമത്തെ മത്സര രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് മത്സരിക്കണം, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക. അതിനൊരു പ്രശ്നമുണ്ട്. ഇത് ഒരു ആരോഗ്യകരമായ രീതിയിൽ നിന്ന് ചിലപ്പോൾ വ്യതിചലിച്ചു പോകാം. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള മത്സരം നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്പം കരുതലോട് കൂടിയിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ മറ്റുള്ളവരോട് മത്സരിക്കുന്ന ഒരു രീതി അധ്യാപകൻ സ്വീകരിക്കുമ്പോൾ, കുട്ടികൾക്ക് ആ രീതി അധ്യാപകൻ പരിശീലിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടത് സഹകരണവും മത്സരവും ഇടകലർത്തി പ്രയോഗിക്കാനാണ്. അഥവാ ആ ക്ലാസ്സിലെ കുട്ടികളെ പല ഗ്രൂപ്പുകളാക്കിയിട്ട് പരസ്പരം മത്സരിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള പരസ്പര മത്സരം ഉണ്ടാകും എന്നത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ തമ്മിൽ, ഓരോ ഗ്രൂപ്പിലെയും കുട്ടികൾ തമ്മിൽ, ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ തമ്മിൽ സംഘബോധം ഉണ്ടാകും, സാമൂഹിക ബോധം ഉണ്ടാക്കാൻ സാധിക്കും. പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള താല്പര്യവും ഐക്യബോധവും അതുപോലെ അഭിലഷണീയമായ മറ്റു പല സാമൂഹിക ശീലങ്ങളും കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒരേ സമയം തന്നെ സഹകരണവും മത്സരവും നടക്കുന്നു. സഹകരണം സ്വന്തം ഗ്രൂപ്പിലെ കുട്ടികളുമായുള്ള സഹകരണം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവിടെ മത്സരം ഉണ്ടാകുന്നു, മറ്റു ഗ്രൂപ്പുകളുമായുള്ള മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ സഹകരണവും മത്സരവും കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള അഥവാ മറ്റുള്ളവരോടുള്ള മത്സരത്തെ നമ്മൾ നടത്തേണ്ടത്. അടുത്തത് പ്രശംസയും കുറ്റപ്പെടുത്തലുമാണ്. കുട്ടികളുടെ അഭിപ്രേരണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന നല്ല ഉത്തേജകങ്ങളാണ് പ്രശംസയും കുറ്റപ്പെടുത്തലുകളും. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ വേണം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പ്രശംസയും കുറ്റപ്പെടുത്തലും ഉപയോഗിക്കുമ്പോൾ. ഒന്നാമതായിട്ട് വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം. ഏത് വിദ്യാർത്ഥിയാണോ നമ്മൾ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്, ആ വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം നമ്മൾ അറിയണം. ചില കുറ്റപ്പെടുത്തലുകൾ തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കുട്ടികൾ ഉണ്ടാകും, അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഒന്നാമത്തത് പഠിതാവിന്റെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കണം. അവ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ അറിയണം. അതായത് മൊത്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തുക എന്നത് ആ കുട്ടിക്ക് വലിയ അപമാനം സൃഷ്ടിച്ചേക്കും. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ഈ കുറ്റപ്പെടുത്തുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. മൂന്നാമതായിട്ട് അവ പ്രയോഗിക്കുന്ന വ്യക്തി, ഏത് അധ്യാപകൻ ഏത് പറയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകൻ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളെ വളരെ അടുത്ത ആളുകൾ, മാതാപിതാക്കൾ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മൾ അതിനെ ഒരു അഭിമാന പ്രശ്നമായിട്ടൊന്നും കാണില്ല. പക്ഷേ തികച്ചും അന്യനായ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിനെ നമ്മളൊരു അഭിമാന പ്രശ്നമായി കണ്ട് പ്രതികരിച്ചു എന്ന് വന്നേക്കും. അപ്പോ ഇത് പ്രയോഗിക്കുന്ന വ്യക്തി, പ്രശംസ പറയുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന വ്യക്തി ആരാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം, അവ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾ, അവ പ്രയോഗിക്കുന്ന വ്യക്തി, ഈ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇവയുടെ കാര്യക്ഷമതയുള്ളത്. ചിലരുടെ കാര്യത്തിൽ ഇത് രണ്ടും പ്രയോജനപ്പെടും, ചില കുട്ടികളുടെ കാര്യത്തിൽ. എന്നാൽ ചിലരുടെ കാര്യത്തിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് പ്രയോജനപ്പെടുക.
ഒന്ന് മറ്റതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം ചെയ്യും ചില കുട്ടികളുടെ കാര്യത്തിൽ. ചെറിയ കുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരെ പ്രശംസിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കാര്യക്ഷമമായിട്ട് കാണുന്നത് കുറ്റപ്പെടുത്തലുകളാണ്. പെൺകുട്ടികളെ പ്രകൃതി നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് പ്രശംസയാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് കണ്ടിട്ടുള്ളത്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് പ്രശംസയോടാണ് പെൺകുട്ടികൾ കൂടുതലായിട്ട് പ്രതികരിക്കുന്നത്, നന്നായി പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ കുട്ടികളെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഈ പ്രശംസയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവർ അഭിപ്രേരണ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം.